ഹായ് ഫ്രണ്ട്സ്, സോഷ്യൽ അബുദാബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മീനയിൽ ഒരു ചെടി മേടിക്കാൻ പോകണം. നമുക്ക് ഇൻഡോർ വയ്ക്കാനും അല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ വയ്ക്കാവുന്ന, ഈ ബാൽക്കണിയിലൊക്കെ വയ്ക്കാവുന്ന അത്യാവശ്യം ഈ കരുവേപ്പിലയുടെ ചെറിയ തൈകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് മീനിൽ കിട്ടാനുണ്ട്. അപ്പോൾ ഇൻഡോർ വയ്ക്കാനൊക്കെ അടിപൊളി സാധനങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് ഇൻഡോറിൽ എനിക്ക് ഓൾറെഡി പ്ലാന്റ് ഉണ്ട്, 2 പ്ലാന്റ് ഓൾറെഡി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും വയ്ക്കാൻ കിട്ടുവാണെങ്കിൽ ഒരു രസത്തിന് വീടിൻ്റെ അകത്തൊക്കെ നമുക്ക് അലങ്കരിക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ അവിടെ കിട്ടാനുണ്ട്. ഇൻഡോറിലും അല്ലെങ്കിൽ ഇപ്പോൾ ബാൽക്കണിയിലൊക്കെ വയ്ക്കുമ്പോൾ അതിന് ഒരുപാട് സാധനങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കരുവേപ്പില ഒരു ചെടി മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയാണ് മെയിനായിട്ട് പോണേ. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ, ഇൻഡോറിൽ വെക്കാൻ നല്ല രീതിയിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതും മേടിക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് പോണേ. അപ്പോൾ ഒന്ന് പോയി നോക്കാം. മീനയിൽ വരെ പോകേണ്ട, ഇവിടെ അടുത്ത് തന്നെയല്ല. അപ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെല്ലാം. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്ന് നോക്കി നോക്കാം. അപ്പം പോണ കാണാം. അപ്പോൾ നമ്മൾ മീനയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഈ കാണുന്ന എല്ലാം ഓരോ ഡിഫറെൻറ്റ് ഷോപ്പുകളാണ്. ഇൻഡോറും അല്ലെങ്കിൽ ഔട്ട്ഡോറും ഫ്ലവേഴ്സും എല്ലാം ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കടകളാണ് ഈ കാണുന്നത്. ഞാൻ ഒരു സൺഡേ ആണ് പോയത്, എന്നിട്ടും നല്ല തിരക്കാണ് ഇവിടെ. നിങ്ങൾക്ക് കാണാം, ഒരുപാട് വണ്ടികൾ ഇവിടെ കിടക്കണതാണ്. ഒട്ടുമിക്ക ആൾക്കാരും നല്ല തിരക്കുണ്ട് ഇവിടെ. ഒട്ടുമിക്ക ആൾക്കാരും ഇത് ഇൻഡോറും അല്ലെങ്കിൽ ഔട്ട്ഡോറും ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണതാണ്. നമുക്ക് കാണാം, ഞാനിപ്പോൾ വന്നേക്കുന്ന ഒരു മലയാളി ചേട്ടൻ്റെ കടയിലാണ്. നമ്മുടെ മലയാളിയാണ് പുള്ളി. അപ്പോൾ നമുക്ക് കാണാം ഓരോ ഐറ്റംസ്. ഇപ്പോൾ കണ്ടില്ല, മുല്ല, അതേപോലെ പല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഒരുപാട് നാട്ടിലെ പോലത്തെ തന്നെ സെയിം സാധനങ്ങളൊക്കെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടോ, ചെറുനാരകമാണ്, കണ്ടില്ല, അത്രയും കായ്ച്ച് കിടക്കുകയാണ്. ഇതൊന്നും നമുക്ക് ബാൽക്കണിയിൽ മേടിച്ച് വെക്കാൻ പറ്റില്ലാത്തൊരു സാധനമാണ്. പക്ഷെ എന്നാലും വില്ലകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരുപാട് അറ്റ്ലീസ്റ്റ് ഒരു മുറ്റത്തൊക്കെ മേടിച്ച് വയ്ക്കാവുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. വലിയ ചട്ടിയാണ്, വലിയ ബേസ് നല്ല വലുതാണ്. അതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങളില്ല വില്ലയിലൊക്കെ താമസിക്കുന്നവർക്ക്. പക്ഷേ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ അത്യാവശ്യം ചെറിയൊരു സാധനം, ഒരു കരുവേപ്പില ചെടി മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് മാത്രമാണ്. അപ്പോൾ അന്നേരം ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം എന്ന് കരുതിയിട്ട് മാത്രമാണ്. മുല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന് 15 ദിർഹംസാണ് അവർ പറയുന്നത്. ഇപ്പം ഈ കടലാസ് പൂവ് അതവർ പറയുന്നത് 35 ദിർഹംസാണ്. അപ്പോൾ അതിൻ്റെ ചെറുതില്ല അവരുടെ കയ്യിൽ. ഇതിപ്പോൾ വലുതാണുള്ളൂ, അതുകൊണ്ട് ചെറിയത് അവൈലബിൾ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. സ്റ്റോക്ക് തീർന്നിരിക്കുകയെന്നാണ് പറഞ്ഞത്. പിന്നെ ഹാങ് ചെയ്തിടാവുന്ന ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു ഐറ്റം ഉണ്ട്. പിന്നെ വേറെ അകത്ത് നമുക്ക് കാണാം, പിന്നെ ഒരുപാട് ഐറ്റംസ് ഇല്ലാത്ത.
ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് വലിയ പോട്ടുകളാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇൻഡോറിലൊക്കെ നമുക്ക് വീടിൻ്റെ അകത്ത് നമുക്ക് വെക്കാൻ നല്ല രസം ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് അവർ ഇതെല്ലാം നിറച്ച് മേലെ കല്ലൊക്കെ വെച്ച് അവർ സെറ്റ് ചെയ്ത് തരും. അതെല്ലാം അടിപൊളിയായിട്ടെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തരും. ബേസിൽ മണ്ണിട്ട് അതിൻ്റെ മേലെ കല്ലൊക്കെ പാക്കി നമുക്ക് ഏതാണോ അതിൻ്റെ അകത്ത് വെക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് വെക്കേണ്ട ഇൻഡോർ ഫ്ലവർ ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അവരെല്ലാം അതിൻ്റെ അകത്ത് റെഡിയാക്കി നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഓരോ പോട്ടിനും ഡിഫറെൻറ്റ് റേറ്റാണ്. വലിയ പോട്ടാകുമ്പോൾ വലിയ റേറ്റ് കൂടും. ഇപ്പം ഞാൻ മേടിച്ചാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോട്ടാണ് നമ്മുടെ കറിവേപ്പില ചെടി നടാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ തരുന്ന ഒരു ബേസ് വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കത് വെക്കാൻ പറ്റില്ലാത്ത ഒരു അധികം നാളത് വളരില്ലല്ലോ. അപ്പോൾ ഞാനൊരു വലിയ ഇത് മേടിച്ചാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഔട്ട്ഡോർ ഫ്ലവേഴ്സാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഇൻഡോർ കാണാം. ഇൻഡോറിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കാണാം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ 65 ദിർഹംസാണ് അവർ പറയണത്. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കണ്ടോ, അതിൻ്റെ വൈറ്റ് ഉണ്ട്, പിന്നെ പർപ്പിൾ ഉണ്ട്, അങ്ങനെ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പോൾ യെല്ലോയും റെഡൊന്നും സ്റ്റോക്ക് അവൈലബിൾ അല്ല, സ്റ്റോക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും എന്ന് പുള്ളി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് നമ്മൾ മീനയിലെത്തി. നമ്മളൊരു കടയിൽ, ഒരു മലയാളി ചേട്ടൻ്റെ കടയാണ്. അപ്പം നമ്മളവിടെ എത്തി. അപ്പോൾ ഇൻഡോർ വയ്ക്കാവുന്ന ഫ്ലവേഴ്സാണ് ഞാൻ ആദ്യം കാണിച്ചത്. പുറത്ത് ബാൽക്കണിയിലൊക്കെ വയ്ക്കാവുന്ന ടൈപ്പാണ്. ഞാൻ ഒരു കരിവേപ്പില അന്വേഷിച്ചു, കരിവേപ്പിലയുടെ ഒരു ചെടി അന്വേഷിച്ചു എന്നാണ്. അവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. 10 ദിർഹംസാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെ അവരൊരു ചെറിയ ചട്ടി ചെറുതാണ്, വളരെ ചെറിയൊരു ചട്ടിയാണ്. അപ്പോൾ അവർ കുറച്ചുകൂടെ വലിയ ചട്ടി, പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയും അതിൻ്റെ അകത്ത് മണ്ണും കാര്യങ്ങളൊക്കെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, റീഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഇൻഡോർ അവർ സെപ്പറേറ്റ് അകത്ത് വെച്ചേക്കണെയാണ് ഇൻഡോർ ഫ്ലവേഴ്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ചെടികളിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ്, ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന ചെടി ഇവിടുന്ന് തന്നെ മേടിച്ചാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ അലങ്കരിക്കാനും അങ്ങനെ അല്ലെങ്കിൽ ഫ്രഷ് എയർ കിട്ടാനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണിത്. അപ്പം വേറെ നമുക്ക് എക്സ്ട്രാ വേറെ ഇതൊന്നുമില്ല. നമ്മൾ 1-2 മേടിച്ച് വെച്ചിട്ട് 1-2 നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വേറെ അതിൻ്റെ അകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ആ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പം അത് ഫ്രഷ് എയർ നമുക്ക് കിട്ടും. അങ്ങനെ വീട്ടിലൊരു അലങ്കാരമാണ്. ഇച്ചിരി വലിയ ചെടിയൊക്കെ ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ. ഒരു കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും കാണാനൊക്കെ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 6 മന്തിന് മേലെയായി. നല്ല അടിപൊളി, നല്ല രസമുണ്ട്. വൈറ്റ് ഓർക്കിഡ് അവർ പറയുന്നത് 65 ദിർഹംസാണ്. അപ്പോൾ അവർ ചെറിയ ചട്ടിയൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ ചട്ടി അവർ ചേഞ്ച് ചെയ്ത് വലിയ പോട്ട് വലുതാക്കി തരും. 65 ദിർഹംസാണ് അവർ പറയണത്. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ അകത്ത് തന്നെ വൈറ്റും ഉണ്ട്, വേറൊരു കളറും കൂടെ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, പിന്നെ വേറെ കളേഴ്സ് ഉണ്ടോ? യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഇപ്പൊ ഇല്ലാന്നുള്ളൂ, സ്റ്റോക്ക് തീർന്ന് 2 ദിവസത്തിനുള്ളിൽ എടുത്തു. റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പർപ്പിൾ ഉണ്ട്. ഓക്കെ, ഇത്തരം കളേഴ്സ് അവൈലബിൾ ആണ്. കാരണം ഇത് വളരെ നല്ല രസമുണ്ട് കാണാൻ. നമുക്കിപ്പോൾ വീട്ടിൽ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്ക്, റൂമൊക്കെ മീൻസ് അലങ്കരിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. അതേപോലെ ഈ ലീഫ് ഐറ്റംസ് നമുക്ക് എന്ത് റേഞ്ച് വേണ്ടതാ? ഇപ്പൊ മണി പ്ലാന്റ് ഈ ഏറ്റവും വലുതിന് 60 ദിർഹംസ്. ഇപ്പൊ ലാസ്റ്റ് കോർണറിൽ 110 ദിർഹംസ്. നല്ല റേറ്റ് ഒക്കെ ഉണ്ട്. ഈ താഴെ ഇരിക്കുന്ന ചെറുതിനോ? ഇതിന് ഇത് 35. ഈ ഹാങ് ചെയ്യണതാ ഇതിനോ? ഇതിന് 35 ദിർഹംസ്. ഹാങ് ചെയ്യണ എല്ലാം 35 ദിർഹംസ് ആണോ? 35 ഉണ്ട്.
ഈ ആന്തൂരി ഇൻഡോർ ആണോ? ആന്തൂരി ഇൻഡോർ, ഇവിടെ ഇൻഡോർ. എത്ര വരുന്നുണ്ട് അതിനൊക്കെ ഈ ആന്തൂരിയം? 40 dirhams. 40 dirhams. ഇത് ഈ വലിയതിന് എത്ര വരുന്നുണ്ട്? അതിന് 240. 240. അതിക്കപ്പം എന്ന് പറയുന്നത്. അതൊക്കെ റേറ്റ് ഒക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂലേ? ഓക്കെ, എന്തായാലും ഞാൻ ഇവരുടെ മൊബൈൽ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വിളിക്കാം. ലൊക്കേഷൻ മീനയിലാണ്. മീന നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് പോണ വഴിക്ക് തന്നെയാണ്. അപ്പോൾ ലൊക്കേഷൻ അത്ര ബുദ്ധിമുട്ടായിരിക്കില്ല ആർക്കും. മീന ഒന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടും എല്ലാവർക്കും. നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഒരുപാട് നമുക്ക് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇവർക്ക് തന്നെ പുറത്ത് ഞാൻ കാണിച്ചെല്ലാം ഇവരുടെ ഐറ്റംസ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റൂമൊക്കെ നമ്മുടെ ഹാളൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച കരുവേപ്പിൻ്റെ ചെടി. അപ്പോൾ ഇത് നമുക്കിത് മാറ്റി വലിയ പോട്ടിലേക്ക് ആക്കാൻ പോവാണ്. അപ്പോൾ ആ ചേട്ടൻ വലിയ പോട്ട് എടുക്കാൻ പോയേക്കുവാണ്. അപ്പോൾ നമുക്കത് വലിയ പോട്ടിലേക്ക് മാറ്റി അവർ വലിയ മണ്ണൊക്കെ നിറച്ച് അവർ തരും. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഒരു പോട്ടിനൊരു ബേസോട് കൂടി തരുന്നതാണ്. ഇപ്പോൾ ചേട്ടൻ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതോട് എല്ലാം മിക്സ് ചെയ്ത് നമുക്കൊരു ബേസ് ഉൾപ്പെടെ എല്ലാം തരുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ കരുവേപ്പിന് 10 dirhamsഉം അതിൻ്റെ കൂടെ പോട്ടും മണ്ണ് നിറയ്ക്കുന്നതും കൂടി 10 dirhamsഉം ടോട്ടലി 20 dirhamsആണ് അവർ പറയണത്. അപ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ തരുന്നതാണ്. മറ്റൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ നോർമലി കിട്ടുന്ന പൈപ്പിൽ വെള്ളമില്ലേ, അത് ഒഴിക്കരുത്. അതൊഴിച്ച് കഴിഞ്ഞാൽ ഇത് വളരില്ല, വളരെ മുരടിച്ച് പോവും. അത് ക്ലോറിൻ വാട്ടറാണ്. അപ്പം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറ്. കാരണം ഞാൻ ആദ്യം എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിന് ഞാൻ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പൈപ്പിലെ വെള്ളം. അപ്പോൾ എനിക്കത് വളരുന്നില്ല, വളരെ മുരടിച്ച് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇത് ട്രൈ ചെയ്തു, നമ്മൾ കുടിക്കുന്ന വെള്ളം. അപ്പം അത് വലുതാവാൻ തുടങ്ങി എനിക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നാലാണ് ഞങ്ങൾക്ക് വീഡിയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരെ ബൈ.